ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ എനിക്കിന്ന് നോമ്പ് തുറക്കാൻ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണണ്ടേ. ഇന്ന് ഞാനൊരു സമൂസ പോലെ, കണ്ടാ സമൂസ പോലെ പക്ഷേ സമൂസ അല്ല. എനിക്കിങ്ങനെ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസിന് സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒരു തക്കാളിയുടെ പകുതിയും കൂടി ഇട്ട് നല്ലപോലെ വാട്ടി, പിന്നെ നമ്മൾ ചിക്കൻ കറിക്ക് ചേർക്കുന്ന എല്ലാ പൊടികളും അതിൻ്റെ അകത്ത് ചേർക്കുന്ന. ഇനി ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ്. ചിക്കൻ കറി ഇരുന്നത് കൊണ്ടും പിന്നെ ചപ്പാത്തി റോളും കൂടെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ചെയ്യാൻ തന്നെ കയറിയത്. അപ്പം കറിയിൽ നിന്ന് 2-3 ചിക്കൻ എടുത്ത് ചെറിയ പീസുകളാക്കി അരിഞ്ഞ് നമ്മുടെ സവാളയിലിട്ട് ഒന്ന് വാട്ടി നമ്മുടെ ചപ്പാത്തി കൊണ്ടകത്തോട്ട് വെച്ച് എണ്ണയിൽ മുക്കി പൊരിച്ചെടുത്താൽ നല്ല അടിപൊളി സമൂസ സെറ്റായിട്ടുണ്ട്. സമൂസ പൊരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നോമ്പ് കിറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ സാധനങ്ങൾ ഓരോരോ സ്ഥലത്തായിട്ട് എടുത്ത് വെച്ച്, നമ്മൾ കൂടുതലും നോമ്പായി കഴിഞ്ഞാൽ അരിപ്പൊടി കൊണ്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് പുട്ടാണ്, എളുപ്പ പരിപാടിയാണല്ലോ. അങ്ങനെ പുട്ടിനൊക്കെയുള്ള നനച്ച് മാറ്റി വെച്ച് അപ്പോഴത്തേക്കും ഇക്ക വന്നപ്പം ബജിമുളക് കൊണ്ടുവന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് പൊരിക്കാൻ. കുറേ നാൾ മുമ്പ് ഒരു കൊതി തോന്നിയിട്ടാണ് ഇതുപോലെ ഈ മുളക് വാങ്ങിച്ച് പൊരിച്ച് നോക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇത്തവണ ഞാൻ ഉണ്ടാക്കാൻ നേരം ഞാനെല്ലാം മറന്നുപോയി അതെങ്ങനെയൊക്കെയായിരുന്നു ചെയ്തതെന്ന്. പിന്നെ ഞാൻ എൻ്റെ ഒരു കണക്കിനനുസരിച്ച് കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഫുള്ള് കടലമാവ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ നല്ല തിക്ക് ബാറ്ററാക്കി എടുത്ത് ഇതുപോലൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടാണ് ഞാൻ മുക്കിയെടുക്കുന്നത്. അതാകുമ്പോൾ നല്ല പോലെ മാവും കിട്ടും. ബജി പൊരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ ചായക്കുള്ള പാല് തിളപ്പിക്കാൻ വെച്ച്, ഞാൻ ചായ ഇടുന്ന നേരത്തിന് ഇക്ക വെള്ളം കലക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നാരങ്ങ, ഇഞ്ചിയും പഞ്ചസാരയൊക്കെ കൂടെ ഇട്ട് ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുത്ത് വാങ്കുളിക്കാൻ ഇനി 10-20 മിനിറ്റും കൂടെ ഉള്ളൂ. ഇക്കായി ചാപ്പി ഒരുങ്ങി പള്ളിയിലോട്ട് പോയി. സമയമായപ്പോഴത്തേക്ക് ഞാൻ എല്ലാ സാധനവും കൊണ്ടുവന്ന് ടേബിളിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ച്. നെയ്സുമോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ എവിടെയും കറങ്ങി നടക്കുന്നുണ്ട്. പിന്നെ അടുക്കളയൊക്കെ ഒതുക്കിയിട്ടിട്ട് അവളെയും കൊണ്ടുപോയി മേല് കഴിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വാങ്ക് വിളിക്കാനിരിക്കും. നെയ്സുവിന് ഒരു കുഞ്ഞിനോമ്പാണ്. നെയ്സു ഞാൻ എന്തൊക്കെ ചെയ്യുവാണെന്ന് നോക്കിയിട്ട് അതുപോലൊക്കെ ആക്ട് ചെയ്ത് കാണിക്കുവാണ്. അൽഹംദുലില്ലാ അങ്ങനെ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. നെയ്സ്മോക്ക് കുഞ്ഞു നോമ്പിൻ്റെ ദാഹം. അങ്ങനെ അവളും കുറേ വെള്ളം കുടിച്ചു. വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉണ്ടാക്കിയ സമൂസ നെയ്സുവിന് കൊടുത്ത്. അത് കഴിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ കാണിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആലോചനയായിരുന്നു എന്താണ് ഈ സാധനമെന്ന്. പിന്നെ ബാക്കിയുള്ള പൊരിയൊക്കെ അടച്ചു വെച്ചിട്ട് ഞങ്ങൾ പോയി നിസ്കരിക്കുകയോ ഓതുകയൊക്കെ ചെയ്ത്. നെയ്സ്മോൾ എൻ്റെ പറ്റേ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, വേറെ അലമ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനും നെയ്സും പോയി മേലൊക്കെ കഴുകി വന്ന്. ഭയങ്കര ചൂടായിരുന്നു ഇന്ന് കേട്ടോ. ചെറിയൊരു മഴ പെയ്തപ്പോൾ ഞങ്ങളോർത്ത് ഇന്നൊരു തണുപ്പ് കാണുമെന്ന്, പക്ഷെ ചൂടൊന്നും കൂടെ ഇളക്കി. അപ്പം എന്നിട്ട് വന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. ഇച്ചാപ്പിയും തറാവീഹിന് പോയിരിക്കുക. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും താമസിക്കും. അപ്പോഴത്തേക്കും ഞാനും നെയ്സും കഴിക്കാനിരുന്നു. ഇന്ന് പുട്ടുണ്ട്, ചപ്പാത്തിയുണ്ട്. പുട്ട് ഒരു കുറ്റി ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സമൂസയുടെ ഫില്ലിങ്സ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അത് വെറുതെ കളയണ്ടെന്ന് കരുതി പുട്ടിൻ്റെ മുകളിലും മിഡിലൊക്കെ ആയിട്ടിട്ട് നല്ലൊരു ഇറച്ചി പുട്ടാക്കി എടുത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും ചിക്കൻ കറിയും കൂടെയൊക്കെ കഴിച്ചു. ഇക്കാക്ക് ഇച്ചാപ്പിക്കും ചായ വേണമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് അവർക്ക് മാത്രം ചായ ഇട്ട് ഞാനും നെയ്സുമോളും പാല് കാച്ചി എടുത്തത്. അവൾക്ക് പുട്ട് കഴിക്കാൻ വേണ്ട, ചപ്പാത്തി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ചപ്പാത്തി കുഞ്ഞ് പീസായിട്ട് പിച്ചിക്കീറിയിട്ട് കുറച്ച് ഇറച്ചിച്ചാറും കൊടുത്ത്. ചിക്കൻ ഇപ്പോഴേ കൊടുത്താൽ അത് മാത്രമേ കഴിക്കത്തുള്ളൂ, ഫുഡ് കഴിക്കത്തില്ല. നെയ്സുവിന് ഞാൻ ഇപ്പോഴേ തന്നെ കൊടുത്താൽ ശീലിപ്പിച്ച് കൊണ്ടുവരുന്നത്, അതുകൊണ്ട് അവൾക്കും ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി വെച്ചപ്പോഴത്തേക്കും ഇച്ചാപ്പി ഇക്കായി വന്ന്. പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ബാക്കിയുണ്ടായിരുന്ന പാത്രം കൂടെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ കിടക്കുന്നതിന് മുമ്പ് 2 പഴം കൂടെ കഴിച്ചു. പല്ലും തേച്ചാണ് കിടന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.